CPM ഓഫീസുകളൊക്കെ ജനസേവന കേന്ദ്രങ്ങളാക്കണം എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് സാർ ഈ ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങളാണോ അതോ ക്യാപ്സ്യൂളുകൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളാണോ? എന്താണ് MV ഗോവിന്ദൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? രണ്ടും വേണമെങ്കിൽ കിട്ടും, മൊത്തമായിട്ടും ചില്ലറയായിട്ടും. പക്ഷേ ഈ പാർട്ടി ഓഫീസുകളെ ജനസേവന കേന്ദ്രങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ, പാർട്ടി ഓഫീസുകൾ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. പക്ഷേ നേരെ തിരിച്ചാണ് പാർട്ടി ഓഫീസുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, നമുക്കറിയാമല്ലോ, പാർട്ടി ഓഫീസുകൾ എന്ന് പറഞ്ഞാൽ പഴയ ഒരു കൺസെപ്റ്റ് എന്താ, ജോലിയും കൂലിയും ഇല്ലാത്ത കുറച്ച് പേര് അവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് CPM ആണെങ്കിൽ ദിനേശ് വീടിയും വലിച്ച് മറ്റേ ആരുടെയെങ്കിലും ഒക്കെ ഇന്ന് പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ചായയും കുടിച്ച് പരിപ്പോടെയും തിന്ന് അല്പം സൈദ്ധാന്തിക വിചാരമൊക്കെ നടത്തി എഴുന്നേറ്റ് പോകും. വൈകുന്നേരം എന്തെങ്കിലും കിട്ടിയാൽ അത് കൊണ്ട് പോകും. ഇതാണ് പാർട്ടി ഓഫീസ് എന്ന് പറയുമ്പോൾ കാണുന്നത്. പിന്നെ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവിടെ ഈ അലക്കി തേച്ച് വെളുപ്പിച്ച കുറേ കുട്ടപ്പന്മാർ വരും. അമൂൽ ബേബി കണക്ക് വന്നവരിക്കും. അവർ ദേഹം അനങ്ങത്തില്ല, താഴെ ഒരു പേപ്പർ വീണാൽ പോലും കുഞ്ഞെടുക്കത്തില്ല, കാരണം ഷർട്ട് ഉടയും. അങ്ങനെയൊക്കെ ഉള്ളവരാണ് കോൺഗ്രസ്സുകാർ. പിന്നെ ഈ ആശയം എന്ന് പറയുന്നത് ഈ സമീപകാലത്താണ് ഈ ആശയം. ഞാൻ സുരേഷ് ഗോപിയിൽ നിന്നാണ് ഇത് കേട്ടത്. പക്ഷെ പാർട്ടി ചിലപ്പോൾ എന്തെങ്കിലും തീർച്ചപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷെ സുരേഷ് ഗോപിയാണ് ഇത് പറഞ്ഞത്. പാർട്ടി ഓഫീസുകൾ സേവാ കേന്ദ്രങ്ങളായി മാറണം എന്ന്. ശരിയാണത്, കൃത്യമായൊരു കാര്യമാണ് കേട്ടോ. അതായത് ഇത് പറയാൻ കാരണം, ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം, മുൻകാലങ്ങളിലും ഉണ്ടാകാൻ ചിലതൊക്കെ, മോദി അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി പദ്ധതികളുണ്ട്. എല്ലാം പദ്ധതികളുടെയും പിന്നിൽ ചേർക്കുന്നത് PM, പ്രധാനമന്ത്രി PM ആവാസ് യോജന, PM ആയുഷ്മാൻ പദ്ധതി. അല്ലാതെ നരേന്ദ്രമോദി ആയുഷ്മാൻ പദ്ധതി എന്നോ നരേന്ദ്രമോദി കിസാൻ പദ്ധതി എന്നോ ആവാസ് യോജന. ഇപ്പോൾ കോൺഗ്രസ്സുകാരായിരുന്നെങ്കിൽ രാജീവ് ഗാന്ധി അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ഇങ്ങനെ ഇങ്ങനെ ചേർക്കത്തുള്ളൂ. പക്ഷേ മോദിക്ക് ശേഷവും പ്രധാനമന്ത്രിമാരിവിടെ വരും. അപ്പോഴും ഇത് നിൽക്കണം, ഇത് PM എന്ന് മാത്രം അറിയപ്പെട്ടായിരിക്കും നിൽക്കുന്നത്. ഇതൊന്നും യഥാർത്ഥത്തിൽ ഈ പദ്ധതികളൊന്നും സാധാരണ ജനങ്ങൾക്ക് അറിയത്തില്ല. നിരവധി പദ്ധതികളുണ്ട്. ഇപ്പം കാർഷിക ആവശ്യങ്ങൾക്ക് ഒരു വർഷം 7000 രൂപ കൊടുക്കുന്നു. ഇത് കുറച്ച് പേർക്കറിയാം. വീട് വയ്ക്കുന്നതിന് എത്ര സ്ക്വയർ ഫീറ്റ് വീട്, എത്ര ലക്ഷം വരെ കൊടുക്കും, സബ്സിഡി എത്ര ഉണ്ട്, എത്ര ഇൻട്രസ്റ്റ് ഉണ്ട്, വളരെ തുച്ഛമായ. ഇതൊന്നും അറിയത്തില്ല. ആയുഷ്മാൻ പദ്ധതിയുണ്ട് ആരോഗ്യരംഗത്ത്. പിന്നെ മുദ്രാ ലോണ് എത്ര തരത്തിലുണ്ടെന്നറിയാമോ? സ്വയം എന്തെങ്കിലും തരത്തിലുള്ള സംരംഭം സ്റ്റാർട്ടപ്പ് ആരംഭിക്കാൻ. എന്തിനൊരു ചെറിയ, ഇപ്പോൾ യുവാക്കളും യുവതികളും ഒക്കെ എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ എല്ലാം നമ്മൾ പിന്നെ കമ്പ്യൂട്ടർ വഴിയല്ലേ, ഒരു 1.5 ലക്ഷം രൂപയുള്ളൊരു സിസ്റ്റം വാങ്ങിച്ച് അത് അവരുടെ വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പദ്ധതികളുണ്ട്. അതൊക്കെ ഏതാണ്ട് ഒരു 1.5 ലക്ഷം രൂപ അവിടുത്തെ ബാങ്ക് ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 80-85,000 രൂപ തിരിച്ചടച്ചാൽ മതി. ബാക്കി സബ്സിഡി വിത്തൗട്ട് ഇൻട്രസ്റ്റ്, എത്രയോ സമയം കാലാവധി, ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് നേരിട്ടൊരു യുവാവോ ഒരു യുവതിയോ അല്ലെങ്കിൽ ആ സാധാരണക്കാരായിട്ടുള്ള ഒരു ബാങ്കിനെ സമീപിച്ചാൽ ബാങ്കുകാർ ഡിസ്കറേജ് ചെയ്യും. അവർ ഈ ലക്ഷങ്ങളും കോടികളും മാത്രം വലിയ പലിശയ്ക്ക് കൊടുത്തുള്ള ഒരു ശീലമേ ഉള്ളൂ. പാവം പിടിച്ചോ ചെന്ന് ഇങ്ങനെയൊരു പദ്ധതി ഉണ്ടല്ലോ. ഈ മുദ്രാ ലോണിന് പോലും വലിയ തടസ്സങ്ങളൊക്കെ പറയുന്നതായിട്ട് നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. അത് ബാങ്കുകാരുണ്ടാക്കുന്ന കുറേ തടസ്സങ്ങൾ ഇങ്ങനെ പറയും. ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ചെല്ലുന്നവൻ എന്ത് ചെയ്യും? ഇത് വേണ്ട, ഇതങ്ങ് ഉപേക്ഷിച്ച് പോകും. അപ്പം കൃത്യമായ കാര്യങ്ങൾ കിട്ടുന്നില്ല ഇവർക്കെന്നുള്ളതാണ്. ഈ റോഡ് വക്കിലിരുന്ന് മീൻ വിൽക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് ഇപ്പോൾ മീൻ വിൽക്കാനായിട്ട്. അവർക്കും പലതരത്തിലുള്ള വായ്പയുണ്ട്, ഡെയിലി വായ്പകളുണ്ട്. അപ്പോൾ ഈ വട്ടിപ്പലിശക്കാരന്മാരെല്ലാം ഓടി ഒളിച്ചു കേട്ടോ. മറ്റു കൊള്ള പലിശയല്ലേ നടത്തിക്കൊണ്ടിരുന്നത്. ചെറിയ കച്ചവടം ചെയ്യുന്നവരുടെയൊക്കെ വൈകിട്ട് വന്ന് ഗുണ്ടായുസവും കൊള്ള പലിശയും മാറ്റിക്കൊണ്ടല്ലേ പോകുന്നത്. അതൊക്കെ അങ്ങ് മാറി. ഇവർക്ക് വിത്തൗട്ട് ഇൻട്രസ്റ്റ്. എത്ര സൗകര്യമാണിത്. ഇത് നമ്മൾ ചോദിച്ചു നോക്കുക, മീൻ വിൽക്കുന്ന അവരോടൊക്കെ ചോദിച്ചു നോക്കുക. അവർ കൈപ്പറ്റുന്നുണ്ട്, അവരത് കൃത്യമായൊക്കെ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരവധി പദ്ധതികളുണ്ട്. അപ്പോൾ
ഈ പാർട്ടി ഓഫീസുകൾ സേവാകേന്ദ്രങ്ങളായി മാറുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും ബാങ്കിനെ സമീപിച്ചു എന്ന് വിചാരിക്കുക എന്തെങ്കിലും ലോണിന് വേണ്ടി, അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അവർ നേരെ ഈ പാർട്ടി ഓഫീസുകളിലേക്ക് വരണം, വന്ന് കാര്യം പറയണം. അപ്പോൾ എന്ത് ചെയ്യണം? പാർട്ടി ഓഫീസിൽ നിന്ന് വേണ്ടപ്പെട്ട ഒരാൾ ഈ ആളിനെയും കൂട്ടി ബാങ്കിലേക്ക് പോകണം. പ്രശ്നം എന്താണ് അവിടെ തടസ്സം എന്നുള്ളത് ചോദിക്കണം. അപ്പം ഇന്ന പദ്ധതിക്ക് ഇന്ന ബാങ്കുകാർക്ക് ഇത് ലോൺ സൗകര്യം കൊടുക്കാനുള്ളത് സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതാണ് എന്ന് ബാങ്കുകാരെടുക്കൽ ധരിപ്പിക്കണം. നിങ്ങൾ ഈ പട്ടികയിലുള്ളതാണ്, അതുകൊണ്ട് എന്താണ് ഇദ്ദേഹം കൊണ്ടുവരേണ്ട ഡോക്യുമെൻ്റ്? ആധാറാണോ, വസ്തുവിന് കരമടച്ചതാണോ, വീടിന് കരമടച്ചതാണോ, ഏതാണ്? ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുക. എത്ര ലോൺ കിട്ടും, എത്ര തിരിച്ചടവുണ്ട്, എത്ര മാസം, എത്ര പലിശയുണ്ട്, പലിശരഹിതമാണോ, ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ഓഫീസുകളിൽ ജില്ലാ ഓഫീസുകൾ മാത്രമല്ല, താഴോട്ടാണ് വേണ്ടത്. ഗ്രാമപ്രദേശങ്ങളിലുള്ള താഴേ തട്ടിലുള്ള ഓഫീസ് മുതൽ മുകൾ തട്ട് ഓഫീസ് വരെ അവിടെ വലിയ ബോർഡ് വയ്ക്കണം. PM കിസാൻ പദ്ധതി എന്താണ് ആ ലോണിൻ്റെ പ്രത്യേകത, അങ്ങനെ ഓരോന്നും. പിന്നെ ആയുഷ്മാൻ പദ്ധതി എന്താണ്, ഇതൊക്കെ പാർട്ടി ഓഫീസുകളിൽ വെച്ച് കഴിഞ്ഞ് എപ്പോഴും പാർട്ടി ഓഫീസുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. ആർക്കും അവിടെ സമീപിച്ച് ഇങ്ങനെയുള്ള സംശയങ്ങൾ തീർത്ത് അവർ പറയുകയാണ് ആവശ്യമുള്ള സേവനങ്ങൾ ഞങ്ങൾ ബാങ്കിനെ സമീപിച്ചിട്ട് കിട്ടുന്നില്ല, ആളിൻ്റെ കൂടെ ബാങ്ക് വരെ പോകണം. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് ഫോൺ ചെയ്ത് ചോദിക്കണം. അല്ല സാർ, ഇപ്പോൾ ഇതെല്ലാം അങ്ങ് പറഞ്ഞത് BJP സുരേഷ് ഗോപിയാണ് ഇത് ആദ്യം മുന്നോട്ട് വെച്ചത് എന്ന്. ഇത് CPM-നെ കൊണ്ട് ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കുമോ? കാരണം അവർ ചെയ്യും. അവർ തന്ത്രശാലികളല്ലേ, അവർ കേഡർ സംവിധാനമാണ്. ഇന്ന് മുതൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കുക. അവിടെ PM ഒന്നും എഴുതത്തില്ല. കിസാൻ പദ്ധതി, ആയുഷ്മാൻ പദ്ധതി ഇതൊക്കെ എഴുതും. അവരുടെ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവരത് ആ ആളിനെയും കൂട്ടിക്കൊണ്ടുപോയി അവർ കാര്യങ്ങൾ നടത്താൻ അവർ സമർത്ഥന്മാരല്ലേ. കോൺഗ്രസ് ഓഫീസിൽ എഴുതി വെച്ച് നോക്കുക, അവിടെ ആരും അവിടെ ചെന്നാലും നിങ്ങളങ്ങോട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷേ ഈ BJP കൊണ്ടുവന്ന ഈ ആശയം CPM കയറി എടുത്ത് സമർത്ഥമായിട്ട് നടത്തിക്കളയും. അതാണ് ഇപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുകയല്ലേ, പാർട്ടി കേന്ദ്രങ്ങൾ സേവാ കേന്ദ്രങ്ങളായി മാറും. അവർക്ക് എവിടെ നിന്ന് കിട്ടി? അവർക്കറിയാം ഇതിൻ്റെ തന്ത്രങ്ങൾ. പിന്നെ റേഡിയോയിൽ, ആകാശവാണിയിൽ വൈകുന്നേരം 5 മിനിറ്റ് ഒരു പ്രോഗ്രാമുണ്ട്, ഒരു ടോക്ക്, പദ്ധതികൾ ജനനന്മയ്ക്കെന്നും പറഞ്ഞ്. വൈകുന്നേരമാണ്, ഒരു 6-6:30 ഇടയ്ക്കാണെന്ന് തോന്നുന്നു, അത് 6:35 പ്രാദേശിക വാർത്ത ശേഷം വൈകിട്ടത്തെ പ്രധാനമന്ത്രിയുടെ ഓരോ പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന വായ്പാ സൗകര്യം ഇന്ന എന്താ ഉണ്ട് എന്ന് വിശദീകരിക്കുകയാണ്. ടെലിവിഷനിലുണ്ട്. ടെലിവിഷനിൽ പറഞ്ഞാൽ ദൂരദർശനിൽ സ്വകാര്യ സാറ്റലൈറ്റ് ചാനലുകാരും ഇത് നിർബന്ധമായും ചെയ്യണം. ഓരോ ദിവസവും 5 മിനിറ്റ് പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയെ പരിചയപ്പെടുത്തുക, കൂടുതൽ വിവരങ്ങൾക്ക് എന്ന് പറഞ്ഞുള്ള നിർദ്ദേശം കൊടുക്കണം. അത് അങ്ങനെ ആയി കഴിയുമ്പോൾ ഇത് പ്രൈം മിനിസ്റ്റർ പദ്ധതിയാണ് എന്നൊക്കെ കൃത്യമായി അറിയാം. ഇത് വളരെ സുതാര്യമാണ് എന്നും അറിയുകയും ചെയ്യാം. ഇത് CPM കയറി എടുക്കും, അത് അവരുടെ സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തും. മുമ്പും പല സമയങ്ങളിലും കേന്ദ്ര പദ്ധതികളെ ഇവരുടേതാക്കി മാറ്റി. ജലജീവൻ മിഷനൊക്കെ കൊണ്ടുപോയത് നമുക്കറിയാവുന്ന കാര്യമാണ്. കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന, നമ്മളെ കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള നാഷണൽ ഹൈവേ തന്നെ ഇപ്പം അവരുടെ റിയാസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നേട്ടമാണ്. 5 പൈസ അവർ ചെലവാക്കിയിട്ടില്ല. അത് മുഴുവനും PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ തന്നെ പറഞ്ഞു, അത് കേന്ദ്രത്തിന്റെ നിതിൻ ഗഡ്കരിയുടെ കുട്ടിയാണ്, നിങ്ങളതല്ല എന്ന്. അല്ല, കുഞ്ഞാലിക്കുട്ടി അങ്ങനെ എന്ത് പക്ഷം പിടിച്ചാലും ഉണ്ടല്ലോ, കേന്ദ്രത്തിന് അങ്ങ് വെറുപ്പിക്കുന്ന രീതിയിലുള്ള സത്യം പറഞ്ഞു. അതാണ്. അപ്പോൾ എന്തായാലും BJP ഇപ്പം ഇത് സുരേഷ് ഗോപിയാണ് പറഞ്ഞതെങ്കിലും ഇനി അതിനു പിന്നിൽ വേറെ ബ്രെയിൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഉണ്ടാകാം. രാജീവ് ചന്ദ്രശേഖർ ഇത് മുഖവിലേക്ക് എടുത്തു. ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ഗൗരവമായിട്ട് തന്നെ പറഞ്ഞു, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, താഴെ തട്ടിൽ മുതൽ ഇത് കൊണ്ടുവരണം. അവിടെയാണ് പാർട്ടിയുടെ വളർച്ച, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇതിൻ്റെ റിസൾട്ട് പ്രതിഫലിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.